നമ്മൾ ഈ സാരി ബ്ലൗസിൻ്റെ കൈ നമ്മൾ റൗണ്ടിൽ ജോയിൻ്റ് ചെയ്താലും അതുപോലെ തന്നെ നമ്മൾ നീളത്തിൽ പിടിപ്പിച്ചാലും ഒരു കാരണവശാലും ഫ്രണ്ടിൻ്റെ ഈ നമ്മൾ ഒന്നേകാല് തള്ളി ചെയ്യുന്ന സൈഡ് ഇവിടെ ഒരു കാരണവശാലും നമ്മൾ വലിക്കാൻ പാടില്ല. ഈ സൈഡിൽ നമ്മൾ കൈയും വലിക്കാൻ പാടില്ല. നോർമലി കൈ മാത്രം ഈ സൈഡ് നമ്മൾ ഇവിടം വരെ ഒരു ശക്കലം, അതായത് നോർമലി വലിച്ചു കൊടുക്കാവുള്ളൂ. വലിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കൈ ഒന്ന് നോർമലി റൗണ്ടിലാണ് ഒന്ന് വലിക്കണം. ഒന്ന് വലിക്കാൻ നോർമലി അവിടെ ഇവിടെയൊക്കെ സ്റ്റിച്ച് ഒന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. ആ വലിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടെ കൈ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഒരു കാരണവശാലും സ്റ്റിച്ച് അഴിഞ്ഞു പോകത്തേയില്ല. കാരണം ഈ കൈയുടെ നമുക്കറിയാലോ, സാരി ബ്ലൗസിൻ്റെ കൈ എപ്പോഴും നമ്മൾ ഒരു ഹാം കോളിൽ ടൈറ്റായിട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ ഒരു രീതി ഒരിക്കലും ലൂസില്ല. എത്രത്തോളം ഉണ്ടോ അത്രയും നമ്മൾ റൗണ്ടി കറക്റ്റായിട്ട്. അപ്പോൾ കൈ ഇങ്ങനെ സൈഡിലോട്ട് പൊക്കുമ്പോഴും കൈ പൊങ്ങുമ്പോഴും ഒക്കെ ഈ പിടുത്തം വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? പിടുത്തം വരുമ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ ക്രോസ് വെട്ടുമ്പോൾ എപ്പോഴും ഈ സൈഡ് നന്നായിട്ട് വലിയും. ഇവിടം വലിയുന്നതനുസരിച്ച് കൈ ക്രോസ് അല്ലാത്തതുകൊണ്ട് കൈ വലിയത്തേയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഇവിടം വലിച്ചു പിടിപ്പിക്കാതിരുന്നാൽ നോർമലി കുറച്ചിത് വലിഞ്ഞോളും. അപ്പോൾ ഇത് മിനിമം ലൂസിലും കൊടുക്കുക, കൈ വലിച്ചു കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ വെച്ചിട്ട് കൈ എല്ലാം നമ്മൾ മേളിൽ വെച്ചാണ് ഇത് പിടിക്കേണ്ട രീതി. അപ്പോൾ നമ്മളിങ്ങനെ പിടിപ്പിക്കുമ്പം കൈ ഇങ്ങനെ നമ്മൾ വെച്ച് പിടിക്കുമ്പം കൈ ലേശം ഇങ്ങനെ വലിച്ചു കൊടുക്കണം. എന്നാൽ കൈയുടെ സെൻറ്റർ മാറുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഈ ബ്ലൗസ് തയ്ച്ച് ഫിനിഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ലപോലെ വൃത്തിക്കിരിക്കുകയും ചെയ്യും. ലേശം വലിയേണ്ടി വന്നാലോട്ട് പൊട്ടുകയുമില്ല. അപ്പം പ്രത്യേകം നിങ്ങൾ നോക്കിയാൽ ഇവിടം മുതൽ ഇവിടം വരെ ഫ്രണ്ട് ഒരു കാരണവശാലും വലിയാൻ പാടില്ല. ഫ്രണ്ട് വശം നോർമലി ഇങ്ങനെ തന്നെ കിടക്കണം. കൈ മാത്രം നമ്മൾ നോർമലിൽ ഒരു പോയിൻ്റ് വല്ലതും ഒന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു കാരണവശാലും സ്റ്റിച്ച് പൊട്ടത്തില്ല. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു പൊട്ടിക്കണം. സ്റ്റിച്ച് കൈ റൗണ്ടിൽ കൂട്ടിയിട്ട് ഇല്ല നീളത്തിൽ കൂട്ടിയാൽ ഇത് കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ അടുത്തൊരു സ്റ്റിച്ചും കൂടെ ചെയ്യണം. അപ്പോൾ സ്റ്റിച്ചിങ് ഇവർ കൈ ഇട്ട് കഴിഞ്ഞിട്ട് പൊക്കിയാലും തിരിച്ചാലും കൈ എന്നാ ചെയ്താലും സ്റ്റിച്ചിങ് പൊട്ടത്തേയില്ല. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അതിൻ്റെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്താം. താങ്ക് യു.